അതുപോലെ തന്നെ പലരും ചോദിച്ച ചോദ്യമാണ് ആ വീഡിയോ വൈറലായപ്പോൾ ഒരു പണിയില്ലാത്ത ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റുകൾ വന്നിരുന്നു. അപ്പോൾ ശരിക്കും സ്വാമി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഈ കളിയാക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് സ്വാമിക്ക്? ഇങ്ങനെ ജോലിയുടെ കാര്യം പറഞ്ഞു. അവരൊരു വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ അകത്തളങ്ങൾ അറിയാതെയാണ്, മനസ്സിലാക്കാതെയാണ് പലരും ചെയ്യുന്നത്. അത് അവരുടെ എന്താ കുറവായി കാണിക്കണം. കാരണം ഒരു കാര്യത്തെ കാണുമ്പോൾ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് വർത്തമാനം പറയുക. അതായിരിക്കും നല്ലത് എല്ലാവർക്കും. ആരും ചിന്തിക്കുന്നില്ല. ദിനചര്യ എന്ന് പറയുമ്പോൾ കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കും. അത് കഴിഞ്ഞ് നമ്മുടെ കൃത്യനിഷ്ഠ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ധ്യാനമുണ്ട്. ഞങ്ങളുടെ സിദ്ധാസമ്പ്രദായത്തിൽ ധ്യാന മുറപ്രകാരം ജപവും ധ്യാനവും എല്ലാം 1.5 മണിക്കൂറോളം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാപ്പിയൊക്കെ വെച്ച് കുടിക്കുക. അത് കഴിഞ്ഞ് ഒരു 6 മണിക്ക് മുമ്പായിട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും. 6 മണിക്ക് എല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോകും. 7 മണിക്കാണ് നമ്മുടെ ജോലി തുടങ്ങുന്നത്. 1 മണി വരെയാണ് ജോലി. ജോലിക്ക് ശേഷം വീട്ടിൽ വന്ന് ഭക്ഷണം പാകം ചെയ്യും. സ്വന്തമായിട്ട് പാകം ചെയ്താണ് കഴിയുന്നത്. എന്താണ് ആൾ ദൈവം എന്നറിയില്ല. ഓരോ മനുഷ്യരിലും ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട്. നമ്മൾക്ക് മാതാവ്, പിതാവ്, ഗുരു, അത് കഴിഞ്ഞിട്ടാണ് ഈശ്വരൻ. മാതാവും പിതാവുമാണ് നമുക്ക് ഗുരുവിനെ കാണിച്ചിരുന്നത്. ഗുരുവാണ് ഈശ്വരനിലേക്ക് പോകുന്ന വഴി കാണിച്ചിരുന്നത്. ആ ഗുരുവിനെ നമസ്കരിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? നാഗ സൈരന്ദ്രി ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അറിഞ്ഞിടത്ത് അവരെ നേരിൽ പോയി കാണാനാണ് ശ്രമിച്ചത്. നേരിൽ പോയി കണ്ട് മാത്രമേ അവരുടെ ജീവിതം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഫോട്ടോയിലൂടെയും ഒരു വാക്കുകളിലൂടെയും ഒരാളെ നമ്മൾ വില കൽപ്പിക്കരുത്. അവരുടെ ജീവിതം എന്താണ്, അവർ എങ്ങനെ ജീവിക്കുന്നു, ഇവർ എത്ര ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ലാവിഷാണ് ജീവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നാം ആരെ അറിയുകയാണെങ്കിലും ബാബുസ്വാമി അടുത്തു പോയി അവരെക്കുറിച്ച് നിരീക്ഷിച്ചിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. അതുപോലെയാണ് നമ്മൾ അവരുടെ അടുത്ത് പോയിരുന്നു. അവരെ വളരെ ലളിതമായ ജീവിതമാണ്, വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. മാത്രം ഓരോ ഋഷീശ്വരന്മാരും ഓരോ മുനികളും ഓരോ സമ്പ്രദായത്തെ പിൻപറ്റിയിട്ടുണ്ട്. ഈ സമ്പ്രദായം എല്ലാം ചേർന്നതാണ് നമ്മുടെ സംസ്കാരം. ഓരോ തരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്. എല്ലാവരും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. ഈ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് വിമർശിക്കുന്നത്. അവരതിനെ ആഴത്തിൽ ചിന്തിക്കുന്നില്ല, അവരതിനെ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതാണ് സത്യം. എന്തുകൊണ്ടാണ് ഒതുങ്ങിക്കൂടി പോകുന്നത് നമുക്ക് അറിയില്ല. ജോലിക്ക് പോയിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ അവര് ജോലിക്ക് പോകുന്നില്ല, ജോലി നിർത്തിയെന്ന് പറഞ്ഞു. അതെന്ത് സാഹചര്യമാണെന്നും നമുക്കറിയില്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ചോദിക്കാറില്ല, ആരോടും പറയാറില്ല. സമൂഹം അംഗീകരിക്കുന്നില്ല തോന്നുന്നുണ്ടോ? അത് സമൂഹം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അതറിയില്ല. ഇപ്പൊ പല സെലിബ്രിറ്റീസും മാത്രമല്ല അറിവുള്ളവര് നാഗാദേവിയുടെ അടുത്ത് പോകുന്നുണ്ട്. അവർക്ക് അതിനുള്ള ഒരു മാനസികമായിട്ടുള്ള നല്ല ഒരു എന്താ പറയാ സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു മതത്തിന്റെയും നമ്മൾ പറ്റി പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ അനുഷ്ഠാനങ്ങളുടെ ദിനചര്യകളുണ്ട്. അതിനൊന്നും നമ്മൾ വിമർശിക്കേണ്ട കാര്യങ്ങളില്ല. ശരിയും തെറ്റും കാലാകാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ദളിത് ആചാര്യനാണല്ലേ ഈ ചണ്ടാള ബാബാജി. അതെ, അതേക്കുറിച്ച് അദ്ദേഹം കൂടുതൽ പഠിക്കുകയും അതേക്കുറിച്ച് പ്രചരിപ്പിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മുതുമുത്തശ്ശന്മാരെല്ലാം ഋഷികളും മഹർഷികളും മുനീശ്വരന്മാരും ഗൃഹസ്ഥന്മാരുമായിരുന്നു. അവർക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പത്നികളുണ്ടായിരുന്നു. അവരുടെ തലമുറകളാണ് നമ്മളെല്ലാം. അപ്പോ വിവാഹം കഴിക്കരുത്, ജോലി ചെയ്യാതെ ഒന്നും അവർ ജീവിച്ചിട്ടുണ്ടായില്ല അല്ലേ? അപ്പോ നമുക്ക് ആ ആത്മീയതയിലാണ്. അവർ സിദ്ധന്മാരായിരുന്നെങ്കിലും അവര് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവര് ഈ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇതിനെ വിട്ടിട്ട് നമ്മളെന്തിനു മാറി നിൽക്കണം? ജീവിതവും ഈശ്വരനും 2 കൈകളിൽ പിടിച്ചു പൊയ്ക്കൂടെ? അതിന് ആനന്ദകരമായി ജീവിച്ചൂടെ? എനിക്കതാണ് പറയുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കണം. പിന്നെ വസ്ത്രധാരണമാണ്. വസ്ത്രധാരണത്തിലാണ് എല്ലാവരും ചോദിക്കുന്നത്. വസ്ത്രധാരണം എല്ലാവരും ഒരു യൂണിഫോം കോഡിലാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. പലരും പല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ ലോകത്ത്, ഈ ഭാരതത്തില് പ്രത്യേകിച്ച് നമുക്ക് സ്വാതന്ത്ര്യമില്ലേ?
ഒരു വസ്ത്രധാരണം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ബാബാജിയുടെ രീതിയിലുള്ള വസ്ത്രധാരണം, നമ്മൾ നമ്മുടെ രീതിയിലുള്ള വസ്ത്രധാരണം, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് ഭാരത സംസ്കാരം. ജനങ്ങൾ പലതും പറയും, നമ്മളതൊന്നും എന്തിനെടുക്കണേ? അതെല്ലാം സ്വാതന്ത്ര്യമല്ലേ? നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ പൂർവികന്മാര് അങ്ങനെയാണ്. കുംഭമേളയ്ക്ക് പോയിട്ടുണ്ടോ? കുംഭമേളയ്ക്ക് പോയിരുന്നു. സ്വാമി അപ്പം പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. ബാബുസ്വാമി എന്ന പേരിലൂടെ അല്ലേ, നമ്മളൊരു ചണ്ടാള ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ, ആഘോഷ പരിപാടിയിലാണ് നാഗ സൈലന്റ് ദേവിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സ്വാമി സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത്. അപ്പം ആ വീഡിയോ പ്രചരിച്ചതിൽ എന്ത് തോന്നി? പ്രചരിച്ചപ്പോൾ എന്ത് തോന്നി സ്വാമിക്ക്? പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എന്താ ഞാൻ പറയാ, ഓരോരുത്തരും അത് ഓരോ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അവർക്ക് അവരുടെ ബുദ്ധിതലങ്ങൾക്കനുസരിച്ചിട്ടാണ് അവർ ചെയ്തത്. അവര് അതിന്റെ ആന്തരികമായിട്ടുള്ള വശങ്ങൾ അവർ പലരും ചിന്തിക്കുന്നില്ല. ഇത്രയും വലിയ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. മാത്രമല്ല അതൊരു സംസ്കാരമാണ്. അതിനെ തെറ്റു പറയാനും കുറ്റം പറയാനും നമ്മളില്ല. കാരണം അതൊന്നും നടത്തി നോക്കുമ്പോഴേ അതിന്റെ കാര്യങ്ങൾ അറിയുള്ളൂ. കോടിക്കണക്കിന് ആളുകൾ അവിടെ വന്നു പോയി. കോടിക്കണക്കിന് ആൾക്കാരാണ്, അത്രയും ജനങ്ങളാണ്. പക്ഷെ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് എല്ലാവരും വന്നു പോയത്. അതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. ആ സംസ്കാരങ്ങളെ കുറിച്ച് നമ്മളൊന്നും തെറ്റായി പറയാനായിട്ടില്ല. ഭാരതത്തിലുള്ള സംസ്കാരങ്ങള് നമ്മൾക്ക് മണ്ടത്തരമെന്ന് പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം സംസ്കാരമാണ്. ഈ സംസ്കാരത്തിൽ നിന്നും വ്യതിചലിച്ചവരാണ്, ഇതേ സംസ്കാരത്തിൽ നിന്നവരാണ് അതേ കുറ്റം പറയുന്നത്. ഇതേ സംസ്കാരത്തെ എന്തെന്ന് മനസ്സിലാക്കാത്തവരാണ് അതിനെ കുറ്റം പറയുന്നത് എന്നാണ് എനിക്ക് അറിയുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. രസകരമായ ട്രോളുകളും അതുപോലെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ട്രോളുകളും കണ്ടു. അപ്പം അങ്ങനെയുള്ള അവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ട്രോളുകൾ ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരോട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള കലാവാസനകളാണ് അവര് അത് ചെയ്യുന്നത്. പക്ഷെ അതിനോട് നമുക്ക് യാതൊരു താല്പര്യമില്ല. അത് ഉപയോഗിച്ച് അവർ പൈസ ഉണ്ടായിക്കോട്ടെ, അത് അവരുടെ മെമ്മറി പവർ. തമിഴിൽ സിദ്ധന്മാർ പറയുന്നുണ്ട്, നട്ടകല്ലും യേശുമ നാഥൻ ഉള്ളിരിക്കയിൽ. അത് സത്യമല്ലേ? ആൾ ദൈവം എന്നുള്ളതൊന്നും അത് ചുമ്മാ പറയുകയാണ്. പക്ഷെ ഈ പറയുന്നവർ തന്നെ ആയിരിക്കും അവന്റെ അമ്മനെ നമസ്കരിക്കുന്നില്ലേ, അച്ഛനെ നമസ്കരിക്കുന്നില്ലേ, ഗുരുനാഥനെ നമസ്കരിക്കുന്നില്ലേ? അതെല്ലാം നമസ്കരിക്കില്ലല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വിഗ്രഹത്തിനെയോ ഒരു ഈശ്വരൻ സങ്കല്പമായിട്ടുള്ളതിനെ നമ്മൾ മുന്നിൽ നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ജീവനുള്ള ഒന്നിന്റെ മുന്നിൽ നമസ്കരിച്ചാൽ എന്താണ് തെറ്റ്? അപ്പോ ഇപ്പൊ ജോലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു 1996 മുതൽ ഞാൻ താൽക്കാലികമായിട്ട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുന്നു. 2009 അത് പെർമനന്റ് ജീവനക്കാരനാണ്. ഈ ചിത്രത്തിലുള്ള സ്വാമിയെ കുറിച്ചൊന്ന് പറയാം. ഇത് കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി സ്വാമിയും ബാബുസ്വാമിയുമാണ് ഈ ഫോട്ടോയിൽ നിൽക്കുന്നത്. ഓക്കെ. ഈ മെതിയടിക്ക് പുറകിൽ ഇപ്പോഴും ഈ തടിയുടെ മെതിയടി ഉപയോഗിക്കുന്നതിന്റെ പുറകിൽ എന്താണ് ഒരു കൺസെപ്റ്റ്? എന്താണ്, അല്ലെങ്കിൽ ആരാണ് അത് തന്നത്? ഇത് നമുക്ക് തമിഴ്നാട് തിരുനെൽവേലി ശിവഗിരി ഉണ്ട്. ആ ശിവഗിരിയിൽ അവിടെ ഒരു ജീവസമാധി ഉണ്ട്. ആ ദിവസം അവിടെ ഒരു സിദ്ധനാണ് നമുക്ക് ഈ മെതിയടി സമ്മാനിച്ചത്. ഇതിലാണ് ഉപയോഗിക്കാറുണ്ടോ? ആ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഈ സന്യാസം സ്വീകരിച്ചിട്ട് എത്ര കാലായി? നമ്മൾ സന്യാസമല്ല ഇത് ചോദിക്കുന്നത്, നമ്മൾ സിദ്ധ പരമ്പരയാണ്. യോഗി എന്നുള്ള ആ വരുന്നില്ല, കർമ്മയോഗിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.